പക്ഷേ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ പുറത്തു കൊണ്ടുപോകുമ്പോൾ കരുതൽ വേണം, ജാഗ്രത വേണമെന്ന് പ്രത്യേകം കത്ത് കൊടുത്തു. അതുകൊണ്ടാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ദേവസ്വം ഉദ്യോഗസ്ഥരും പോകാൻ ബാധ്യസ്ഥരായത്. ഇല്ലായിരുന്നെങ്കിൽ 2019 സംഭവിച്ചതുപോലെ പോറ്റി ഒറ്റയ്ക്ക് പാളിയായിട്ട് പോയിട്ട് വീണ്ടും ബാംഗ്ലൂർ ഹൈദരാബാദ് ട്രിപ്പൊക്കെ അടിച്ച് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും എടുത്ത് അത് അയ്യപ്പൻ്റെ സന്നിധിയിൽ 2 വർഷം ഇരുന്നതാണെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും അത് കോടികൾക്ക് അടിച്ചു വിറ്റ് അതിനുശേഷം ആ ഡ്യൂപ്ലിക്കേറ്റ് പാളിയും കൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ ഒരു 39-40 ദിവസത്തിന് ശേഷം പോയി സ്വർണം പൂശി തിരിച്ച് 2025 കൊണ്ടുവച്ചതിനെ ആരും അറിയില്ല. ഇപ്പോൾ 2025 അവിടെ ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ ഇടപെട്ടത് കൊണ്ട് മാത്രം അവിടെ ചില കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ 8/8/2025 തിരുവാഭരണ കമ്മീഷണർ ബോർഡിലേക്ക് കത്ത് നൽകിയപ്പോൾ ആ കത്തിൽ സ്വർണം പൂശിയിട്ടുള്ള വകയായതിനാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്വർണം പൂശിയിട്ടുള്ള ഈ വകയാണ് 2024 മുരാരി ബാബു ഒരു കത്ത് എഴുതിയപ്പോൾ ആ കത്തിൽ പറയുന്നത് ഇത് ചെമ്പായിരുന്നു എന്ന്. മനസ്സിലായില്ലേ? 2019 ചെമ്പെന്നും പറഞ്ഞു കൊടുത്തു. 2024 മുരാരി ബാബു വീണ്ടും ഇത് ചെമ്പാക്കി. പക്ഷേ അവിടെ ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വർണം പൂശിയ മുതലായതിനാൽ ജാഗ്രത വേണമെന്ന്. അപ്പോൾ ഇന്നത്തെ ഇനിയും സംഭവിച്ചിട്ടുണ്ട്. ഇതിന് മറുപടി ലഭിക്കാത്തതിനാൽ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസാരിച്ചപ്പോൾ ടിയാൻ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുമ്പോൾ സ്റ്റാഫ് കൂടെ വരുന്നുവെങ്കിൽ ചെലവ് വഹിക്കില്ല എന്നൊരു ഒബ്ജക്ഷൻ വെച്ചിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കള്ളത്തരം. എന്തിനാണിത് കൊണ്ടുപോകുന്നതെന്നുള്ള സംശയം ഉണ്ടാകുന്നത്. അതായത് ദേവസ്വം കമ്മീഷണർ 2025 കൊണ്ടുപോകുമ്പോൾ ഇതിന് ജാഗ്രത വേണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈ കൊടുത്തുവിടുമ്പോൾ ജാഗ്രത വേണമെന്ന് കത്തെഴുതുന്നു. അപ്പോൾ ദേവസ്വത്തിന്റെ ഒരാളും കൂടെ പോകാൻ പറയുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. അതായത് പോറ്റിയുമായി ടിയാൻ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുമ്പോൾ സ്റ്റാഫ് കൂടെ വരുന്നുവെങ്കിൽ അവരുടെ ചെലവ് ഞാൻ വഹിക്കില്ല, അവർ വേണമെങ്കിൽ സ്വന്തം ചെലവ് വരണമെന്ന് പറഞ്ഞു. ടിയാൻ തനിയെ കൊണ്ടുപോകാമെന്നാണ് അറിയിച്ചത്. വാശി പിടിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 2025 ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയിക്കൊള്ളാമെന്ന്. ശബരിമല പോലെ ഒരു സ്ഥലത്ത് ദേവസ്വത്തിന്റെ വളരെ ഔദ്യോഗികമായ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒരു വസ്തു അത് ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ കൂടെ വരുമ്പോൾ അവരവരുടെ പണം ചെലവ് നോക്കണം, ഞാൻ നോക്കില്ല എന്നൊക്കെ പറയാൻ അയാൾക്ക് ധൈര്യം കൊടുക്കണമെങ്കിൽ അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെങ്കിൽ ആരൊക്കെ അയാളുടെ പിന്നിലുണ്ട് എന്ന് വ്യക്തമല്ലേ? തീർച്ചയായിട്ടും. അതായത് എന്താണോ 2019 ശബരിമല സന്നിധാനത്ത് നടന്നത് അതിൻ്റെ അതേ കാര്യങ്ങൾ വീണ്ടും 2025 ആവർത്തിക്കാനാണ് ഈ സംഘം ശ്രമിച്ചത്. 2019 സംഭവിച്ചത് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ ദിവിഷ്. 2019 എന്തൊക്കെയാണ് സംഭവിച്ചത്? അവിടുത്തെ വാതിൽ, അവിടുത്തെ കട്ടള, അവിടുത്തെ സ്വർണം തനിത്തങ്കം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ, ഈ 3 അങ്ങ് കടത്തി. അവർ 3 കടത്തിയതിന് 3 ന്യായങ്ങൾ പറഞ്ഞു. അതേ ന്യായങ്ങളുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി 2025 വരികയാണ്. 2025 അയാൾ ശില്പങ്ങളിലെ പാളികളിലും കണ്ണുവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വാതിലിലും കഥകിലും കണ്ണുവെച്ചിരിക്കുന്നു. അപ്പോൾ ആ കഥകിലും വാതിലിലും കണ്ണുവെച്ചെങ്കിലും അത് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത് തിരുവാഭരണ കമ്മീഷണർ ഒറ്റ കത്തിലാണ്. ഇത് നന്നാക്കുന്നെങ്കിൽ ഇവിടെ വെച്ച് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ വെച്ചേ നടന്നുള്ളൂ. പക്ഷേ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ അതിൻ്റെ വീണ്ടും സ്വർണം പൂശാനുള്ള ടെക്നോളജി ഉണ്ടോ എന്നുള്ള കാര്യം തിരുവാഭരണ കമ്മീഷണർ സംശയം പ്രകടിപ്പിക്കുമ്പോൾ ബോർഡിനോടാണ് സംശയം പ്രകടിപ്പിച്ചത്. അപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരെ തിരുവാഭരണ കമ്മീഷണറാണ് വിളിക്കുന്നത്. നിങ്ങളത് അറിയേണ്ട കാര്യമില്ല, സ്മാർട്ട് ക്രിയേഷൻസ് 40 വർഷത്തെ വാറണ്ടി ഉണ്ട്, അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. മാത്രമല്ല ഒരിക്കൽ സ്വർണം പൂശേണ്ട അവർക്ക് ഇനിയും പൂശാൻ പറ്റും, അതിൽ ഇയാൾ കൂടുതൽ ഇടപെടേണ്ട എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് തിരുവാഭരണ കമ്മീഷണറെ വിളിച്ചു പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവാഭരണ കമ്മീഷണർ ബോർഡിന് കത്തെഴുതുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തുവിടാം, പക്ഷേ ജാഗ്രത വേണം, ഇത് സ്വർണം പൂശിയ മുതലാണ്, അതുകൊണ്ട് ഒരാളെ കൂടി വിടണം ദേവസ്വം ബോർഡിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുമ്പോൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉറഞ്ഞു തോളുന്നു. പറ്റില്ല, ഒരാളെ ദേവസ്വം ബോർഡിന്റെ കൂടെ എൻ്റെ കൂടെ വിടാൻ പറ്റില്ല. ദ്വാരപാലക ശില്പങ്ങൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകുന്നെങ്കിൽ അത് ഞാൻ മാത്രം മതി. അപ്പോൾ എന്തിനാണ് 2019 കൊണ്ടുപോയതുപോലെ ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി അതിൻ്റെ പ്രിന്റ് എടുത്ത് ഹൈദരാബാദിൽ കൊണ്ടുപോയി അതിൻ്റെ കോപ്പർ പ്ലേറ്റ് ഉണ്ടാക്കി അത് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി വീണ്ടും സ്വർണം പൊതിഞ്ഞ് സന്നിധാനത്ത് കൊണ്ടുവെക്കാൻ? അപ്പോൾ ആ കൊണ്ടുപോകുന്ന സാധനം അയ്യപ്പ സ്വാമിയുടെ 2 വർഷമോ 3 വർഷമോ 4 വർഷമോ 2019 മുതൽ സന്നിധാനത്തിരുന്നതാണല്ലോ എന്ന് പറഞ്ഞ ആർക്കെങ്കിലും വിൽക്കാം, കോടികൾ കിട്ടും. അതായിരുന്നു അയാളുടെ ഉദ്ദേശം. അത് പൊളിഞ്ഞു. അത് പൊളിയുകയും കൈയോടെ 2019 മുതലുള്ള കള്ളങ്ങൾ ഇതിലൂടെ കണ്ടെത്തുകയും കോടതി കണ്ടെത്തുകയും ചെയ്തു. ഏതായാലും ഇനി മാത്രമല്ല 2025 പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു 2-3 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. വീണ്ടും കഥകിന് കേട്, പാളികൾക്ക് കേട്, അതുപോലെ തന്നെ കട്ടളയ്ക്ക് കേട് എന്നും പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി വരും. അപ്പോൾ 40 വർഷത്തെ വാറണ്ടി എന്തിനാണ് ഇയാൾക്ക് കൊടുത്തത്? 40 വർഷം ഈ തങ്കം മൊത്തം അടിച്ചുകൊണ്ട് പോകാനായിരുന്നു. അതാണ് ദേവസ്വം വിജിലൻസിൽ കണ്ടെത്തിയത്. തുടർന്ന് തിരുവാഭരണ കമ്മീഷണർ 25/8/2025 ബോർഡിൽ കത്ത് നൽകി. ഇതിനുശേഷം ഈ കത്തിൽ ഇത് സംബന്ധിച്ച വിഷയം ദേവസ്വം കമ്മീഷണർ, ലോ ഓഫീസർ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാകണമെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഒറ്റയ്ക്കാണ് കൊടുത്തുവിടുന്നതെങ്കിൽ
ചെലവ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വാശി പിടിച്ചതുപോലെ ആണെങ്കിൽ വീണ്ടും 25/8/2025 തിരുവാഭരണം കമ്മീഷണർ കത്ത് നൽകുകയാണ്. ഈ കത്തിൽ ഇത് സംബന്ധിച്ച വിഷയം ദേവസ്വം കമ്മീഷണർ അതുപോലെ തന്നെ ലോ ഓഫീസർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചിരുന്നു. 2025-26 സീസൺ അടുത്തു വരുന്നതിനാൽ തന്ത്രിയുടെ കത്തും സ്പോൺസറുടെ കത്തും വാങ്ങി ബോർഡിലേക്ക് വീണ്ടും 30/8/2025 കത്ത് നൽകി. ശേഷം 3/9/2025 ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. അപ്രകാരം 7/9/2025 ചെന്നൈയിൽ ദ്വാരപാലക ഭാഗങ്ങൾ എത്തിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ കത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് 7/9/2025 ചെന്നൈയിൽ ദ്വാരപാലക ഭാഗങ്ങൾ എത്തിച്ചത്. 21/9/2025 തിരിച്ചെത്തിച്ചപ്പോൾ ശബരിമല സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നു. അതിപ്പോഴും അവിടെ ഇരിക്കുകയാണ്. ഇനി ശുദ്ധിക്രിയ ചെയ്തിട്ട് വേണം നമുക്കറിയാം അത് മുക്കുവണ്ടമായി കഴിഞ്ഞു എന്ന്. അയ്യന്റെ ഒറിജിനൽ സ്വത്തൊക്കെ പോയി. അതിനിപ്പോൾ മുക്കുവണ്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ആ മുക്കുവണ്ടം ഇപ്പോൾ സന്നിധാനത്ത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശുദ്ധിക്രിയ നടത്തി ദ്വാരപാലകരിൽ അണിയിക്കാൻ. അയ്യപ്പസ്വാമിയുടെ ദ്വാരപാലകന്മാരുടെ പതിറ്റാണ്ടുകളിലെ എത്രയോ വർഷങ്ങളുടെ ഒരു പൂജാവിധികൾ ഏറ്റുവാങ്ങിയ അല്ലെങ്കിൽ എത്രയധികം ഭക്തരുടെ ദർശനം അവർക്ക് ദർശന സായുജ്യം നൽകിയ അയ്യപ്പന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഓരോ ഭക്തരും ഹൃദയം തൊട്ട് വിചാരിക്കുന്ന ദ്വാരപാലക ശില്പത്തിലെ പാളിയും കട്ടിളപ്പാളിയും ഒക്കെ ഏതൊക്കെയോ കാട്ടുകള്ളന്മാർ അടിച്ചു കൊണ്ടുപോയി അത് പലയിടങ്ങളിലും വിറ്റ് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്ന് സ്വർണം പൊതിഞ്ഞ് ഇവിടെ പറ്റിക്കാൻ വേണ്ടി ഈ നാട്ടിലാണല്ലോ ഇതൊക്കെ നടന്ന്